ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ്. നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചാണ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഭരണഘടനാ ഭേദഗതികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിന്റെയും തുടക്കത്തിൽ നമ്മൾ പറയും എന്താണ് ഭരണഘടനാ ഭേദഗതി? നിലവിലുള്ള ഭരണഘടനയിലെ വകുപ്പുകളിൽ മാറ്റങ്ങൾ വരുത്തുകയോ പുതിയതായ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ളത് എടുത്തു കളയുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, പ്രസ്താവിച്ചിരിക്കുന്നത്? അത് ഭാഗം 20-ലാണ്. ഭാഗം 20-ലാണ്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 368 എന്തിനെ കുറിച്ച് പറയുന്നത്? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത്. ഈ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഈ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. ഇനി ഈ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അത് പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകസഭ, രാജ്യസഭ ആൻഡ് പ്രസിഡന്റ്. ഇത് മൂന്നും കൂടി ചേരുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഭരണഘടനാ ഭേദഗതിയുടെ ബേസിക് സ്ട്രക്ചർ. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരിക്കൽ കൂടി ഇവിടെ ഓർത്തെടുത്തത്. ഇനി നമ്മൾ നമ്മളുടെ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. 61ാമത് ഭരണഘടനാ ഭേദഗതി. നമ്മളപ്പോ എത്ര ഭരണഘടനാ ഭേദഗതികൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു? എവിടെ വരെ ഉള്ളത് നമ്മൾ പഠിച്ചു തീർത്തു? നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ 52ാമത് ഭരണഘടനാ ഭേദഗതി വരെയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 61ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. പക്ഷെ ഇത് LDCയുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഇത് LDCയുടെ സിലബസിൽ ഇല്ല. ഈ 61ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇതിലില്ല, നമ്മളുടെ സിലബസിൽ ഇല്ല. എങ്കിലും നമുക്ക് മറ്റുള്ള പരീക്ഷകൾക്ക് ആവശ്യം വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് പഠിക്കേണ്ടി വരുന്നു. വേണമെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 61ാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ്. 1989 61ാം ഭരണഘടനാ ഭേദഗതി 1989 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം 1989-ലാണ്. 61ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് 1989 എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം 61ാമത് ഭരണഘടനാ ഭേദഗതി പാസ്സാകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ 61ാമത് ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അല്ലെങ്കിൽ പാസ്സാക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അത് രാജീവ് ഗാന്ധിയാണ്. ഇനി ഈ പറയുന്ന 61ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? അല്ലെങ്കിൽ 61ാം ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പാസ്സാക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ് എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്? ആർ വെങ്കിടരാമൻ എന്ന് പറയുന്നത് ആരാണ്? ആർ വെങ്കിടരാമൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ കാലഘട്ടത്തിൽ എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്യേണ്ടതില്ല. ഈ ഭരണഘടനാ ഭേദഗതി പാസാക്കിയപ്പോൾ പ്രധാനമന്ത്രി ഇന്നയാള്, പാസാക്കിയപ്പോൾ പ്രസിഡന്റ് ഇന്നയാള്, ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാ നിങ്ങൾ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഭരണ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾക്കും എന്തായി ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരം എഴുതുവാനായിട്ട് കഴിയും. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇന്നാളെന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിമാരുടെ ഭരണകാലഘട്ടത്തെ കുറിച്ചും പ്രസിഡന്റുമാരുടെ ഭരണകാലഘട്ടത്തെ കുറിച്ചും നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറിവുണ്ട് എങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് സെപ്പറേറ്റ് ഇങ്ങനെയായിരുന്നു പഠിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ആർ വെങ്കിടരാമനാണ്.
അപ്പോ 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത്? എന്താണ്? 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഏത് അനുച്ഛേദത്തിലാണ് എന്ത് വരുത്തിയത്? ഭേദഗതി വരുത്തിയത്. അത് ആർട്ടിക്കിൾ 326 എന്ത് ചെയ്തത്? ഭേദഗതി വരുത്തിയത്. 61ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്? ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് ഭേദഗതി വരുത്തിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ആർട്ടിക്കിൾ 326 എന്താണ്? ആർട്ടിക്കിൾ 326. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ചോദ്യം വരും, എന്താണ് ആർട്ടിക്കിൾ 326 എന്ന് പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 326 പറയുന്നത്? ആർട്ടിക്കിൾ 326 പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശം, അഡൾട്ട് സഫറേജ് എന്ന് പറയുന്നത്. എന്താണ്? പ്രായപൂർത്തി വോട്ടവകാശം. അതിനെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 326 എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. 61ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് ഭേദഗതി വരുത്തിയ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ആർട്ടിക്കിൾ 326. എന്താണ് ആർട്ടിക്കിൾ 326 അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 326 പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചാണ്? അത് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചാണ്. അതായത് ആർട്ടിക്കിൾ 326 പറയുന്നത് ഇങ്ങനെയാണ്: ലോകസഭയിലേക്കും പിന്നെ എന്താണ് എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്താണ്? സംസ്ഥാന നിയമസഭകൾ, ലോകസഭ, ഇവിടേക്ക് എവിടേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? ഇവ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1989 വരെ, അതായത് 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്, 51-52 കാലഘട്ടത്തിൽ. ആ 1951-52 തുടങ്ങി 1989 വരെയുള്ള ഇന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്താണ് വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് പോലെ 18 വയസ്സായിരുന്നില്ല. മറിച്ച് എത്രയായിരുന്നു? മറിച്ച് 21 വയസ്സായിരുന്നു എന്തിനുള്ള പ്രായം എന്ന് പറയുന്നത്, വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത്. ഏത് കാലഘട്ടം വരെ? 1989 വരെ. 89 എന്ത് വരുത്തി? 89 നമ്മൾ 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഈ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് എന്ത് ചെയ്തു? കുറച്ചു. എന്താണ്? 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എന്ത് ചെയ്തു? ഇന്ത്യ കുറച്ചു. അതായത് 21 വയസ്സായിരുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ പ്രായമെന്ന്. പക്ഷെ അപ്പോ ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ എന്താണ് വോട്ട് ചെയ്യാനുള്ള അവരുടെ പൗരന്മാരുടെ പ്രായം എന്താണ് ഏകദേശം 18 ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? ചുരുക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 ചുരുക്കി. അപ്പോ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 ചുരുക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഇതിന്റെ ഉത്തരം? അതിന്റെ ഉത്തരമാണ് 1989 61ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് എന്തെന്നുള്ളത് നമുക്ക് 61ാമത് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പഠിക്കുവാനായിട്ട് ഉള്ളത്. പാസാക്കപ്പെട്ട വർഷം 89. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, പ്രസിഡന്റ് ആർ വെങ്കിടരാമൻ. ഏത് അനുച്ഛേദത്തിലാണ് മാറ്റം വന്നത്? ആർട്ടിക്കിൾ 326. 326 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 326 എന്താണ്? പ്രായപൂർത്തി വോട്ട് അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു? വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സിൽ നിന്ന് നമ്മൾ എത്രയായിട്ട് കുറച്ചു? നമ്മൾ 18 വയസ്സായിട്ട് കുറച്ചു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇതിനെയാണ് നമ്മൾ 61ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? 61ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അത് ചെറിയൊരു പോർഷൻ ആണ്. അതിലെന്താണ് 61ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഭേദഗതി എന്ന് പറയുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ്? 73rd
കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSC പരീക്ഷകളിൽ എന്താണ് 42, 44 എന്ന് പറയുന്നത് PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ്. എപ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42, 44. അതുപോലെ തന്നെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലെങ്കിൽ PSC പല പ്രാവശ്യങ്ങളായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന 73, 74 ഭരണഘടനാ ഭേദഗതികൾ എന്നുള്ളത്. അതിൽ നമ്മൾ എന്താണ് 73ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 73ാമത് ഭരണഘടനാ ഭേദഗതി 1992. എന്താണ് 73ാമത് ഭരണഘടനാ ഭേദഗതി 1992. അപ്പോ എന്താണ് ഈ 73ാം ഭരണഘടനാ ഭേദഗതി പറയുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം അതിന്റെ ഭരണഘടനയിൽ എന്താണ് 73ാമത് ഭേദഗതി കൊണ്ടുവന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അങ്ങനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൽ എന്തിനു വേണ്ടിയാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ അത് കൊണ്ടുവന്നത് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക്, എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനയുടെ അംഗീകാരം എന്താണ് ലഭിച്ച, അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടി പാസാക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനയുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ അവിടെ ഒരു പദം പരിചയപ്പെടുകയാണ്. എന്താണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്? പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പ്രാദേശിക സ്വയംഭരണ സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പഞ്ചായത്തി രാജ് എന്ന് വിളിക്കുന്നത്. എന്തിനെയാണ്? ഒരു ഗ്രാമീണ പ്രാദേശിക സ്വയംഭരണ സംവിധാനം. അതായത് ഓരോ ഗ്രാമങ്ങളും എന്താണ് ആ പ്രദേശത്തിനാൽ ഭരിക്കപ്പെടുന്ന, സ്വയം ഭരിക്കപ്പെടുന്ന എന്താണ് പ്രദേശങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം കൊണ്ട് എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത്. എന്താണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഗ്രാമീണ പ്രാദേശിക സ്വയംഭരണ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ പഞ്ചായത്തി രാജിനെ കുറിച്ചല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മൾ എന്താണ് ഇവിടെ പഠിക്കുന്നത്? നമ്മൾ ഇവിടെ പഠിക്കുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതി മാത്രമാണ്. എന്താണ് 73ാമത് ഭരണഘടനാ ഭേദഗതി മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ ചെയ്യില്ല? നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല? സംസാരിക്കില്ല, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യില്ല. കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ. അതെന്താണ് 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. മറിച്ച് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ ടോപ്പിക്കാണ്. അതൊരു ടോപ്പിക്കായിട്ട് തന്നെ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? എടുക്കാവുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോ പഞ്ചായത്തി രാജിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറയില്ല. ഇവിടെ ആവശ്യമുള്ള, അല്ലെങ്കിൽ 73ാം ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ? ഇവിടെ പ്രതിപാദിച്ചു പോവുകയുള്ളൂ. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് പഞ്ചായത്തി രാജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു ഗ്രാമീണ പ്രാദേശിക സ്വയംഭരണ സംവിധാനമാണ് പഞ്ചായത്തി രാജ്. ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ 73ാം ഭരണഘടനാ ഭേദഗതിയിലാണ് പഞ്ചായത്തി രാജുകൾക്ക് നമ്മൾ എന്ത് കൊടുത്തത്? ഭരണഘടനാ സാധുത കൊടുത്തത് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ 73ാം ഭരണഘടനാ ഭേദഗതി നടത്തിയത് എന്തിനാണ്? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ 73ാമത് ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കുറിച്ചോ പഞ്ചായത്തി രാജിനെ കുറിച്ചോ എവിടെയെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആർട്ടിക്കിൾ 40-ലാണ് 73ാം ഭരണഘടനാ ഭേദഗതിക്ക് മുമ്പായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആർട്ടിക്കിൾ 40 പറയുന്നത്? ആർട്ടിക്കിൾ 40 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 40 പറയുന്നത്
ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ എന്താണ് വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 പറയുന്നത്. അതായത് പഞ്ചായത്തുകൾ രൂപീകരിക്കുക, അതിന് അധികാരം നൽകുക, അതിനെ എന്ത് ചെയ്യുക, സ്വയംഭരണത്തിന് പ്രാപ്തമാക്കുക എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 40 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെ വരുന്ന ആർട്ടിക്കിളുകൾക്കിടയിലാണ് എന്തെന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 40ന്റെ സ്ഥാനം എന്ന് പറയുന്നത്. എന്താണ് ഈ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അനുച്ഛേദങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളുടെ പ്രത്യേകത എന്താണ്? അതെ, ആ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളെ നമ്മൾ എന്താണ് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്. എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെന്ന് പറയും? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ? എന്തിനു വേണ്ടിയാണ്? അതായത് ഇന്ത്യയിൽ എന്താണ് ഭരണഘടന പറയുകയാണ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഗവൺമെന്റുകൾ എന്താണ് ഈ ഭരണഘടനയിൽ പറയുന്ന ഈ നിയമങ്ങൾ എന്ത് ചെയ്യണം? പാസ്സാക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് വരുന്ന ഗവൺമെന്റുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നടപ്പിലാക്കാൻ എന്താണ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമേ ആർക്കുള്ളൂ? ഈ പറയുന്ന ഗവൺമെന്റുകൾക്കുള്ളൂ. അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോടതിയെ സമീപിക്കുവാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്? ഇത് നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അത് വേണമെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ വരുന്ന ഗവൺമെന്റിന് നടപ്പിലാക്കാം. പക്ഷെ എന്താണ്? അത് നിർബന്ധമില്ല, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് പൗരന്മാർക്ക് കോടതികളെ സമീപിക്കുവാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കഴിയില്ല. അപ്പോ ഈ DPSP അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എന്താണ്? പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്താണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. പിന്നെ എന്താണ്? രണ്ടാമത്തേത് ഗാന്ധിയൻ ദർശനങ്ങളാണ്. എന്താണ്? രണ്ടാമത്തേത് ഗാന്ധിയൻ ദർശനങ്ങളാണ്. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് പുരോഗമനാശയങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ലിബറൽ ആൻഡ് ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ്? ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് പുരോഗമനപരമായിട്ടുള്ള ആശയമാണ്. അതിൽ തന്നെ ഈ ആർട്ടിക്കിൾ 40 അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഒരു ആശയമാണ്? അതൊരു ഗാന്ധിയൻ ആദർശമാണ്. എന്താണ്? അതൊരു ഗാന്ധിയൻ ആദർശമാണ്. അപ്പോ ഈ പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് 73ാമത് ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് വരെ എന്ത് ചെയ്തിരുന്നത്? പ്രതിപാദിച്ചിരുന്നത് അല്ലെങ്കിൽ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു? പഞ്ചായത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞാൽ അതെന്ത് ചെയ്യാം? അതിനനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കുവാനായിട്ട് ആർക്ക് കഴിയും? അല്ലെങ്കിൽ അതിനെ പിൻപറ്റുവാനായിട്ട് ഓരോ ഗവൺമെന്റുകൾക്കും സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ മാർഗനിർദ്ദേശക തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനത്ത് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ നാഗൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് നടപ്പിലാക്കിയത്. 1959 ഒക്ടോബർ 2-നാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന പഞ്ചായത്തി രാജ് സംവിധാനം ഈ പറയുന്ന രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. എന്താണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം
രാജസ്ഥാനാണ്, നാഗൂർ ജില്ലയിലാണ്. ഏത് വർഷമാണ്? 1959 ഒക്ടോബർ 2-നാണ്. പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ത് ചെയ്തത്? പ്രസ്തുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇനി പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് നടപ്പിലാക്കിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആന്ധ്രാപ്രദേശ് എന്നുള്ളത്. എന്താണ്? ആന്ധ്രാപ്രദേശ് എന്നുള്ളത്. ആന്ധ്രയല്ല, ആന്ധ്രാപ്രദേശ് ആണ്. 1959. 1959. അപ്പോ 2 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. എന്താണ്? പഞ്ചായത്തി രാജ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്, നാഗൂർ ജില്ലയാണ്. വർഷം 1959 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഉത്തരം? അതിന്റെ ഉത്തരമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലും എന്നാണ് ഇത് നടപ്പിലാക്കിയത്? 1959 തന്നെയാണ് പ്രസ്തുത പദ്ധതി എന്ത് ചെയ്തത്? നടപ്പിൽ വരുത്തിയത്. ഇനി അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടം മുതലേ തന്നെ എന്താണ് പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കണം എന്നുള്ള എന്താണ് ആശയങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. അത് എന്താണ് എല്ലാ ഭരണകർത്താക്കൾക്കും എന്താണ് അത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതൊരു നല്ല പദ്ധതിയാണ്, അത് ചെയ്യണം എന്നുള്ള എന്താണ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് ആ ആഗ്രഹത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? ഈ പറയുന്ന ഭരണാധികാരികൾ എന്ത് ചെയ്തു? ചില കമ്മിറ്റികളെ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. അതായത് ഈ പറയുന്ന പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണോ വേണമോ എന്നൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് എന്ത് ചെയ്തു? ചില കമ്മിറ്റികളെ നിശ്ചയിച്ചു. ഈ കമ്മിറ്റികൾ എന്ത് ചെയ്തു? ഇതിനനുകൂലമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പഞ്ചായത്തി രാജിനെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഭരണഘടനയുടെ ഭാഗമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില റിപ്പോർട്ടുകൾ തിരിച്ച് സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു 3 കമ്മിറ്റികളെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ 2 എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തേത് എൽ.എം. സിംഗ്വി കമ്മിറ്റിയാണ്. എന്താണ്? എൽ.എം. സിംഗ്വി കമ്മിറ്റി. അപ്പോ നിങ്ങൾക്കറിയാം പഞ്ചായത്തി രാജ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് എൽ.എം. സിംഗ്വി ഒന്നുമല്ല, അത് മറ്റൊരു പേരാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് ഇവിടെ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നത് 73ാമത് ഭരണഘടനാ ഭേദഗതിയാണ്, അല്ലാതെ പഞ്ചായത്തി രാജ് അല്ല. പഞ്ചായത്തി രാജ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ചും മറ്റുള്ള അശോക് മേത്ത കമ്മിറ്റിയെ കുറിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താണ് ഈ പറയുന്ന 73ാം ഭരണഘടനാ ഭേദഗതിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെച്ച ചില കമ്മിറ്റികളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേത് ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേര് എൽ.എം. സിംഗ്വി കമ്മിറ്റി എന്നാണ്. എന്താണ്? എൽ.എം. സിംഗ്വി കമ്മിറ്റി എന്നാണ്. 1986 ആണ് അത് നിയമിക്കുന്നത്. കോൺഗ്രസ് ഗവൺമെന്റ്, അതായത് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? എൽ.എം. സിംഗ്വി കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഈ കമ്മിറ്റി എന്ത് ചെയ്തു? ഈ കമ്മിറ്റി പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണമെന്ന് എന്ത് ചെയ്തു? നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇനി അടുത്ത കമ്മിറ്റി, അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. രണ്ടാമത്തേത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ പറയുന്ന പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണമോ വേണ്ടയോ എന്ന് പരിശോധിക്കാനായിട്ട് പാർലമെന്റ് ഒരു സബ് കമ്മിറ്റിയെ നിയമിച്ചു. എന്താണ്? പാർലമെന്റ് ഒരു കമ്മിറ്റി എന്ത് ചെയ്തു? നിയോഗിച്ചു. ഇതെന്താണ്? PSC റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പരീക്ഷയിൽ. എന്താണ്? അതായത് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ പാർലമെന്റ് നിയമിച്ച സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്, അല്ലെങ്കിൽ പാർലമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ P.K. തുങ്കൻ കമ്മിറ്റി എന്നാണ്. എന്താണ്? P.K. തുങ്കൻ കമ്മിറ്റി. 1988 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് ഈ കമ്മിറ്റിയെ നിയമിക്കുന്നത്. ഈ തുങ്കൻ കമ്മിറ്റിയും എന്ത് ചെയ്തു? പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണമെന്ന് എന്ത് ചെയ്തു? നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇനി അടുത്തത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല എങ്കിലും എന്താണ് ഇത് പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം എന്താണ്? ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടി,
മുന്നോട്ട് വെച്ച ഒരു കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് നമുക്ക് അത്രക്ക് പ്രാധാന്യമുള്ളതല്ല. കാരണം ഈ കമ്മീഷന് നിയമിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്? ഗാഡ്ഗിൽ കമ്മിറ്റിയെ നിയമിച്ച വർഷവും എത്രയാണ്? 1988 തന്നെയാണ്. അപ്പോ 3 കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ചത് ഏതാണ്? LM സിംഗ്വി കമ്മിറ്റി. രണ്ടാമത്തേത് പാർലമെന്റ് നിയമിച്ച സബ് കമ്മിറ്റി ഏതാണ്? അത് PK തുങ്കൺ കമ്മിറ്റി 88-ലാണ്. INC നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. അതും ഏത് വർഷം തന്നെയാണ്? 1988 തന്നെയാണ്. അപ്പോ ഈ പറയുന്ന കമ്മിറ്റികളുടെയൊക്കെ നിർദ്ദേശം എന്തായിരുന്നു? ഈ കമ്മിറ്റികളൊക്കെ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഈ കമ്മിറ്റികളൊക്കെ പറഞ്ഞു ഈ പറയുന്ന നമ്മളുടെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സംവിധാനം എന്ത് ചെയ്യണം? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് ഈ കമ്മിറ്റികളെല്ലാം തന്നെ എന്ത് ചെയ്തു? സർക്കാരുകളോട്, അല്ലെങ്കിൽ എന്താണ്, അവരെ നിയമിച്ച ആളുകളോട് എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു. സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്താണ്? ഇത് പാർലമെന്റിൽ എന്ത് ചെയ്യണം? അവതരിപ്പിക്കണം, നടപ്പിലാക്കണം. അതിനുള്ള ശ്രമങ്ങൾ എന്താണ്? ഭരണകർത്താക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിൽ ആദ്യമായിട്ട് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഈ പറയുന്ന LM സിംഗ്വിയെ നിയമിച്ച രാജീവ് ഗാന്ധി തന്നെയാണ്. 1989 രാജീവ് ഗാന്ധി എന്താണ്? ഈ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നു. ആ ബില്ല് നിർഭാഗ്യവശാൽ എന്ത് ചെയ്യപ്പെടുന്നു? ലോക്സഭയിൽ പാസ്സാവുകയും രാജ്യസഭയിൽ എന്താണ്? പരാജയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ എന്താണ്? ആ ശ്രമം അവിടെ എന്ത് ചെയ്യുന്നു? ലക്ഷ്യം കാണാതെ പോവുകയാണ് ഉണ്ടാകുന്നത്. തൊട്ടടുത്തതായിട്ട് രാജീവ് ഗാന്ധി ഇറങ്ങിയതിനു ശേഷം അടുത്തതായിട്ട് കയറുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് VP സിംഗിന്റെ ഗവൺമെന്റ് ആണ്. അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യ ഭരിച്ച ഒരു ഗവൺമെന്റ് ആണ് VP സിംഗ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. VP സിംഗ് പ്രധാനമന്ത്രി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരുന്നു. അവരും എന്ത് ചെയ്യുന്നു? അവരും ഈ പറയുന്ന പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ ഭാഗമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമായിട്ട് എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണ്, ഈ VP സിംഗിന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആ കാലത്ത് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയായിരുന്നു. അതായത് സ്റ്റേബിൾ ആയിട്ട് ഒരു ഗവൺമെന്റ് ഉണ്ടാകാത്ത പല പ്രശ്നങ്ങളും ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം എന്ത് ചെയ്യുന്നു? നേരിടുന്നു. സ്വാഭാവികമായിട്ടും VP സിംഗിന്റെ ഗവൺമെന്റ് താഴെ വീഴുന്നു. സ്വാഭാവികമായിട്ടും ആ ശ്രമങ്ങളും എന്ത് ചെയ്യുന്നു? അവിടെ ലക്ഷ്യം കാണുന്നില്ല. പിന്നീട് ഈ പറയുന്ന പഞ്ചായത്തി രാജിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അദ്ദേഹത്തിന്റെ പേര് PV നരസിംഹറാവു എന്നാണ്. കാരണം ആ സമയമാകുമ്പോഴേക്കും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. അതിന് തൊട്ടു മുമ്പ് 91 എന്താണ്? രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് PV നരസിംഹറാവു ആണ്. അങ്ങനെ PV നരസിംഹറാവു അധികാരത്തിൽ വരുന്നു. PV നരസിംഹറാവു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാകുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 73ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം. എത്രാം ഭരണഘടനാ ഭേദഗതി പ്രകാരം? 73ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം പഞ്ചായത്തി രാജ് സംവിധാനം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറുന്നു. എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറുന്നു. ഈ പറയുന്ന 73ാം ഭേദഗതി പാസാക്കിയ വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയാണ്? 1992 ആണ്. 73ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കിയ വർഷം ഏതാണ്? അത് 1992 ആണ്. എന്നാൽ ഈ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 73ാം ഭേദഗതി നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 തീയതിയാണ്. എന്താണ്? 1993 ഏപ്രിൽ 23 തീയതിയാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പോ 73ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം 1992, നിലവിൽ വന്ന വർഷം 1993 ഏപ്രിൽ 24 തീയതി. ഈ ഏപ്രിൽ 24 തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏപ്രിൽ 24 തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2010 മുതൽ
എന്താണ് പഞ്ചായത്തി രാജ് ദിനമായിട്ട് ഇന്ത്യ ആചരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് ദിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഏപ്രിൽ 24-ാം തീയതിയാണ്. 2010 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. മൻമോഹൻ സിംഗിന്റെ എന്താണ് ഗവൺമെന്റ് ആണ് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത്. അവരുടെ കാലഘട്ടത്താണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? നമ്മൾ ഈ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെട്ടതെന്നാണ് 92-ലാണ്. നിലവിൽ വന്നത് 93 ഏപ്രിൽ 24-ാം തീയതിയാണ്. ഏപ്രിൽ 24-ാം തീയതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? 2010 മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പഞ്ചായത്തി രാജ് ദിനമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ആചരിക്കുന്നു. മാത്രമല്ല ഈ 73-ാമത് ഭരണഘടനാ ഭേദഗതി പാസാക്കിയപ്പോൾ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് PV നരസിംഹറാവു ആയിരുന്നു. ആരായിരുന്നു? PV നരസിംഹറാവു ആയിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ഒന്നും അങ്ങനെ ഇതുവരെ ഞാൻ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. എന്താണ് പ്രധാനമന്ത്രി ഇടയ്ക്ക് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, പ്രസിഡന്റ് അങ്ങനെ അധികം കണ്ടിട്ടില്ല. പ്രസിഡന്റ് ആരായിരുന്നു? ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. പ്രസിഡന്റ് ആരാണ്? ശങ്കർ ദയാൽ ശർമ്മ. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണ്? അടുത്ത ചോദ്യമാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 9. ഇങ്ങനെ ഭാഗം 9 എന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഭാഗം 9 കൂട്ടിച്ചേർത്തത് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ആരെങ്കിലുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു ഡൗട്ട് വരുന്നുണ്ടോ? ആർക്കെങ്കിലും സാർ അങ്ങനെയല്ലല്ലോ ഇത് പറഞ്ഞത്, ഇങ്ങനെയല്ലേ സാർ അത് പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം കേട്ടോ. ചോദിക്കുന്ന ആൾക്കൊരു മിഠായി വാങ്ങിച്ചു വേട്ടെ. ആർക്കും ഒന്നും തോന്നുന്നില്ല. ഭാഗം 9 കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ല? സാറ് ഏതെങ്കിലും പാർട്ടോ ആർട്ടിക്കിളോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തങ്ങനെ വരാറില്ല. വെരി ഗുഡ് ലക്ഷ്മി, വെരി ഗുഡ്. ലക്ഷ്മി പുതിയ സ്റ്റുഡന്റ് ആണോ അത് പഴയ ആളാണോ? ഇല്ല സാർ, പുതിയ ആളാ. പുതിയ ആളാണ്. വെരി ഗുഡ്. ചേച്ചിനെ എന്റെ വില കളഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ പഴയ എന്റെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ആർക്കും ഈ ഡൗട്ട് തോന്നിയില്ലേ? ആ കുട്ടി പറഞ്ഞ കേട്ടില്ലേ? പുതിയ ആളാണ്, അയാൾക്ക് ആ ഡൗട്ട് വന്നു. എന്തെന്ന് നമ്മൾ പറഞ്ഞു? ഏതെങ്കിലും ഭാഗമോ ആർട്ടിക്കിളുകളോ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും നമ്മൾ? അപ്പോ 4A 4B 5A 5B അങ്ങനെയാണ് കൂട്ടിച്ചേർക്കുക എന്ന് നമ്മൾ പറഞ്ഞു. 43A 19A അങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല? നമ്മൾ എന്താണ് ചെയ്തത്? 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എന്താണ് 9-ാമത് പട്ടിക കൂട്ടിച്ചേർത്തു എന്നാണ് പറഞ്ഞത്. 9A കൂട്ടിച്ചേർത്തു എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അവിടെ 9-ാമത് പട്ടിക വന്നത്? 9A വരാതെ 9 എന്ന് പറയുന്ന പട്ടിക വന്നത് എന്തുകൊണ്ടാണ്? 9A വരാതെ 9 എന്ന് പറയുന്ന പട്ടിക വന്നത് എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും അറിയാമോ? ആർട്ടിക്കിൾ 40 ഉള്ളത് കൊണ്ടല്ല. അത് നിങ്ങൾ 7-ാമത് ഭരണഘടനാ ഭേദഗതി കേട്ടിട്ടുണ്ടോ? 7-ാമത് ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തതാണ്. 7-ാമത് ഭരണഘടനാ ഭേദഗതി എന്താണ്? 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1956 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളുടെ രൂപീകരണം അല്ലെങ്കിൽ എന്താണ് ഭാഷാടിസ്ഥാനത്തിൽ എന്താണ് 1956 7-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതിയിൽ തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. അതിതാണ് നമ്മളുടെ ഭരണഘടനയിലെ ഭാഗം 7, ഭാഗം 9 എന്നിവ എന്ത് ചെയ്തിരുന്നു? ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒഴിവാക്കിയിരുന്നു അല്ലെങ്കിൽ റിപ്പീൽ ചെയ്ത് കളഞ്ഞിരുന്നു. അതായത് ഈ പറയുന്ന 56-ന് ശേഷം എന്താണ് നമ്മൾ ഭരണഘടനയുടെ ഭാഗം എണ്ണുമ്പോൾ എങ്ങനെയാണ്? 6 കഴിഞ്ഞാൽ 7 ഇല്ല, 6, 8, 10 ഇങ്ങനെയാണ് നമ്മൾ എണ്ണിക്കൊണ്ടിരുന്നത്. എന്താണ്
6 കഴിഞ്ഞാൽ 7 നമ്മൾ ഡിലീറ്റ് ആക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്തു, റിപ്പീൽ ചെയ്ത് കളഞ്ഞു. എന്താണ് 9 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു, റിപ്പീൽ ചെയ്ത് കളഞ്ഞിരുന്നു 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് ആ 7ഉം 9ഉം നമ്മൾ കളഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അതിൽ 9നെ നമ്മൾ എന്ത് ചെയ്തു, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഭാഗം തിരിച്ച് കൊണ്ടുവന്നു. ഇപ്പോഴും 7 എന്ന് പറയുന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ എന്തില്ല, റിപ്പീലാണ്, അല്ലെങ്കിൽ എന്താണ്, ഡിലീറ്റഡ് ആണ്. അവിടെ ഒന്നും ഇല്ല. 6 കഴിഞ്ഞാൽ എന്താണ്, 8ആണ്, 9ആണ്, അങ്ങനെയാണ് പോകുന്നത് ഭാഗം എണ്ണുകയാണെങ്കിൽ. അപ്പൊ എന്താണ് 1956 എന്താണ് 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തിരുന്നു, 7, 9 ഭാഗങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് റിപ്പീൽ ചെയ്ത് കളഞ്ഞിരുന്നു. ഇതിൽ 9നെ എന്ത് ചെയ്തു, 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് തിരികെ കൊണ്ടുവരികയും അതിന് നമ്മൾ എന്തെന്ന് പേര് കൊടുക്കുകയും ചെയ്തു. ഈ പറയുന്ന ഭാഗം 9ന് നമ്മൾ പേര് കൊടുത്തത് പഞ്ചായത്തി രാജ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, നാമകരണം ചെയ്യുകയും ചെയ്തു. അതാണ് 73ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്, ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം 9ആണ്. അതിന് എയോ ബിയോ ഒന്നും വരാത്തതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്, അത് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തുകൂടി വേണം, ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ശേഷി കൂടി വേണം. അപ്പോൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ എഴുതി എടുക്കുവാനായിട്ട് പറ്റും. അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചേ മതിയാകൂ. പഠിക്കുന്ന കാര്യങ്ങളെ എന്താണ് വെറുതെ വിഴുങ്ങുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഒരു വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ വിഷയങ്ങളെ സമീപിക്കുകയും ചെയ്യണം. എല്ലാത്തിലും ചോദ്യങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ ചിന്തിക്കുക. നിങ്ങൾ വെറുതെ റോബോട്ടുകളായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ആ പഠനം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ പഠിക്കുക, അതെന്ത് പഠിച്ചാലും അതിനൊരു വിമർശനാത്മകമായിട്ടുള്ള ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയൊക്കെ ചെയ്യണം. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ കേട്ടോ. ഇത് പഠനത്തിന്റെ മാത്രമല്ല, എല്ലാ കാര്യങ്ങളെയും അത്തരത്തിലൊരു വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഇത് നിങ്ങൾ നോക്കി കാണുക. അപ്പൊ നിങ്ങൾക്ക് അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് കഴിയും. നിങ്ങളോട് ഒരാൾ ഒരു മണ്ടത്തരം പറയുകയാണ്, ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ലല്ലോ ചേട്ടാ, അത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടല്ലേ അത് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം. എല്ലാത്തിനോടും ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കണം കേട്ടോ. എല്ലാം ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നത് അങ്ങനെ വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത്. എല്ലാത്തിനോടും എന്ത് ചെയ്യണം, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഉത്തരങ്ങൾ നമ്മൾ എന്താണ് കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. വെറുതെ പഠിക്കുക അല്ലെങ്കിൽ വെറുതെ കാണാപ്പാടെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല പഠിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നേടുക എന്നുള്ളതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് വെറുതെ കാണാപ്പാടെ പഠിക്കുക എന്നുള്ളതല്ല കേട്ടോ എല്ലാ കാര്യം. അപ്പൊ എന്താണോ ഭാഗം 9 നമ്മൾ എന്ത് ചെയ്തു, പഞ്ചായത്ത് എന്ന തലക്കെട്ട് നൽകി. പഞ്ചായത്ത് എന്ന് എന്ത് ചെയ്തു, തലക്കെട്ട് നൽകി. അപ്പൊ സ്വാഭാവികമായിട്ടും ഭാഗം വന്നു കഴിഞ്ഞാൽ ഭാഗത്തിന്റെ അടിയിൽ എന്തുണ്ടാകും, ആർട്ടിക്കിളുകൾ ഉണ്ടാകും. ഭാഗത്തിന്റെ വിശദീകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എന്താണ്, ഇതിന് കീഴിലായിട്ട് ആർട്ടിക്കിളുകൾ ഉണ്ടാകും. അപ്പോ 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് കൂട്ടിച്ചേർക്കപ്പെട്ട, ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതാണ് അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 ഓ വരെ. 243 മുതൽ 243 ഓ വരെ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, വേറൊരു രീതിയിൽ ചോദിക്കാം. പഞ്ചായത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും എന്താണ്, അതിന്റെ ഉത്തരവും ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 ഓ വരെയാണ്. എന്താണ്, ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 ഓ വരെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 243, 243 എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ. 16 ആർട്ടിക്കിളുകളുണ്ട്. എത്ര ആർട്ടിക്കിളുകളുണ്ട്, 16 ആർട്ടിക്കിളുകളാണ് എന്ത് ചെയ്യപ്പെട്ടത്, കൂട്ടിച്ചേർക്കപ്പെട്ടത്. എത്ര ആർട്ടിക്കിളുകളാണ്, 16 ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 243 മുതൽ ആർട്ടിക്കിൾ 243 ഓ വരെയുള്ള ആർട്ടിക്കിളുകൾ. ഇനി 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ്, ഒരു പട്ടിക കൂടി എന്ത് ചെയ്തു, ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ആ പട്ടികയുടെ പേരാണ് 11ാം പട്ടിക എന്ന് പറയുന്നത്. എത്രാമത്തെ പട്ടികയാണ്, 11ാം പട്ടിക. അപ്പോ നോക്കുക,
മാറിപ്പോകരുത്. 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാഗം 9 ഇനി ആർട്ടിക്കിളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 243 മുതൽ 243 വരെയാണ്. പട്ടിക ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? 11-ാം പട്ടികയാണ്. ഒരിക്കൽ കൂടി നോക്കുക. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം, പാർട്ട്, തെറ്റിപ്പോകരുത്. ഭാഗം, പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 9-ാമത്തെ പാർട്ടാണ്. പട്ടിക, ഷെഡ്യൂൾ എന്താ? എത്രാമത്തെയാണ്? 11-ാമത് പട്ടിക, 11-ാമത്തെ ഷെഡ്യൂൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഷെഡ്യൂൾ, പട്ടിക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഭരണഘടനയ്ക്ക് എന്താണ്? ഒരു ഭാഗമുണ്ടാകും. ഈ ഭാഗങ്ങളുടെ എന്താണ്? വിശദീകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. ചില ആർട്ടിക്കിളുകൾക്ക് എന്തുണ്ടാകും? അല്ലെങ്കിൽ ചില അനുച്ഛേദങ്ങൾക്ക് എന്ത് വേണ്ടി വരും? ഒരു വിവരണാത്മകമായിട്ടുള്ള രൂപം വേണ്ടി വരും. അല്ലെങ്കിൽ ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം വേണ്ടി വരും. ആ അത്തരത്തിൽ ആർട്ടിക്കിളുകളെ വിശദീകരിക്കാനാണ് എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്? പട്ടിക, ഷെഡ്യൂൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു 11-ാമത് പട്ടിക വരുമ്പോൾ എന്തുണ്ടാകണം? ഒരു ആർട്ടിക്കിൾ അവിടെ വിശദീകരിക്കപ്പെടണം. വേണ്ടേ? ഈ പറയുന്ന 243 മുതൽ 243 വരെയുള്ളതിൽ ഏതോ ഒരു ആർട്ടിക്കിളിന് വിശദീകരണം വേണ്ടത് കൊണ്ടാണ് എന്തുൾപ്പെടുത്തിയത്? പട്ടിക ഉൾപ്പെടുത്തിയത്. 11-ാമത് പട്ടിക ഉൾപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും. 11-ാമത് പട്ടിക ഏത് ആർട്ടിക്കിളിന്റെ എന്താണ്? വിവരണാത്മക രൂപമാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 243G. എന്താണ്? 243G എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ വിവരണാത്മക രൂപമാണ് എന്തെന്ന് പറയുന്നത്? 11-ാമത് പട്ടിക എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇതുപോലെ തന്നെ ഒരു 10-ാം പട്ടികയെ കുറിച്ച് പഠിച്ചില്ലേ? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് 10-ാം പട്ടിക ഉൾപ്പെടുത്തിയത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് 10-ാം പട്ടിക ഉൾപ്പെടുത്തിയത്? വേമ്പറ 52. ഏതൊക്കെ ആർട്ടിക്കിളുകളുടെ വിവരണാത്മക രൂപമാണ് ഇത് പറയുന്നത്? ഷെഡ്യൂൾ 10 ഏത് ആർട്ടിക്കിളുകളുടെ വിവരണാത്മക രൂപമാണ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്? 102, 191. ഓക്കെ, വെരി ഗുഡ്. അപ്പോ 11 എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളിന്റെ വിവരണാത്മക രൂപമാണ്? അത് ആർട്ടിക്കിൾ 243Gയുടെ വിവരണാത്മക രൂപമാണ് എന്തെന്ന് പറയുന്നത്? 11-ാം പട്ടിക എന്ന് പറയുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും എന്താണ് ആർട്ടിക്കിൾ 243G എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 243Gയിൽ പറയുന്നത്? ആർട്ടിക്കിൾ 243G പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ചാണ്. എന്താണ് പറയുന്നത്? പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. എന്താണ്? പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തുകളുടെ അധികാരം, ഉത്തരവാദിത്തം മുതലായ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്, അനുച്ഛേദം, ആർട്ടിക്കിളാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 243G. എന്തുകൊണ്ടാണ് വകുപ്പ്, അനുച്ഛേദം, ആർട്ടിക്കിൾ എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു സാധനമാണെന്ന് തലയിൽ ഉണ്ടാകണം. പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോ സാറ് ആർട്ടിക്കിൾ 102 എന്ന് പഠിപ്പിച്ചിട്ട് ഒരു അനുച്ഛേദമൊക്കെ ആണല്ലോ ഇവിടെ ചോദിക്കുന്നതെന്ന് പറയരുത്. അല്ലെങ്കിൽ വകുപ്പാണല്ലോ സാറേ ചോദിക്കുന്നതെന്ന് പറയരുത്. ഇതൊക്കെ പറയുന്നത് എന്താണ്? വീണ്ടും പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇത് PSC എവിടെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റും അവിടെയൊക്കെ എന്താണ് PSC ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ പരീക്ഷ എഴുതി നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റൂ. അപ്പൊ ആർട്ടിക്കിൾ 243G എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 243G പറയുന്നത് പഞ്ചായത്തുകളുടെ അധികാരം, ഉത്തരവാദിത്തം എന്താണ് കുറിച്ചാണ് പറയുന്നത്. പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത് കുറിച്ചാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ആർട്ടിക്കിൾ 243G പറയുന്നത്. ഈ 243Gയുടെ വിവരണാത്മക രൂപമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന 11-ാം ഷെഡ്യൂൾ അല്ലെങ്കിൽ
11ാം പട്ടിക എന്ന് പറയുന്നത്. ഈ 11ാം പട്ടികയിൽ എത്ര വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 29 വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പട്ടികയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 11ാമത്തെ പട്ടികയിൽ എന്താണ് പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് 29. ഉദാഹരണത്തിന് എന്താണ് കൃഷി, പ്രൈമറി, അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവിടത്തെയുള്ള LP സ്കൂളുകൾക്കൊക്കെ അതിനെന്താണ് അതിന്റെ നടത്തിപ്പധികാരം എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് പ്രാദേശിക ഭരണകൂടത്തിനായിരിക്കും. ഇങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്താണ് പ്രാദേശിക ഭരണകൂടത്തിന് എന്ത് കൊടുക്കാം, കൂടുതൽ അധികാരങ്ങൾ കൽപ്പിച്ചു നൽകാം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ പട്ടിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 11ാം പട്ടിക എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 29 വിഷയങ്ങളുണ്ട്. അതിൽ എത്ര വിഷയങ്ങളുണ്ട്? 29 വിഷയങ്ങളാണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് 243 മുതൽ 243 വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം നോക്കിയിട്ട് പോകാം. ആർട്ടിക്കിൾ 243 എന്താണ് പറയുന്നത്? അത് അത്ര പ്രാധാന്യമില്ല. കാരണം എന്താണ് ഡെഫിനിഷൻ ആണ്, പഞ്ചായത്തിന്റെ ഡെഫിനിഷനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് അത്രക്ക് ആവശ്യമുള്ളതല്ല. 243A അത് ഇമ്പോർട്ടന്റ് ആണ്. 243A എന്തിനെ കുറിച്ച് പറയുന്നു? ഗ്രാമസഭകളെ കുറിച്ച് പറയുന്നു. എന്താണ്? ഗ്രാമസഭകളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243A എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമസഭകളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243B എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണം അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത് ആണ്. എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണം അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത് ആണ്. ആർട്ടിക്കിൾ 243A എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആർട്ടിക്കിൾ 243A പറയുന്നത് ഗ്രാമസഭയെ കുറിച്ചാണ്. ബി ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്ത്? ആർട്ടിക്കിൾ 243G എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും, പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. ആർട്ടിക്കിൾ 243G എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 243I. എന്താണ്? ആർട്ടിക്കിൾ 243I എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചാണ് പറയുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്ന വകുപ്പാണ് 243I എന്ന് പറയുന്നത്. അപ്പോ കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ചുള്ള വകുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. എത്രയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച്, ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്? ആർട്ടിക്കിൾ 250. വെരി ഗുഡ് സർവേ. ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഈ പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷനെ കുറിച്ച്, ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്നാൽ 243I എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എന്താണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? 243I എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 243K. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 243K എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ, അല്ലാതെ പഞ്ചായത്തിന്റെ രൂപീകരണമല്ല, പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ ഏതാണ്? വേമ്പറ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആർട്ടിക്കിൾ 324. വെരി ഗുഡ്. എന്താണ്? ഗിറ്റിയാണോ എങ്ങനെയാ വായിക്കാം? ഗിറ്റി. വെരി ഗുഡ്. ഗിറ്റി ജാക്കോബ് സുരഭി. വെരി ഗുഡ്. ആർട്ടിക്കിൾ 324 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 243K ആണ് എന്തെന്ന് പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതായത് ഈ പറയുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആകെ എന്താണ്?
പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുക, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തുന്നതിന് വേണ്ടിയാണ് ആരുള്ളത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അതാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടത്തുന്നത് ആരാ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 324 എന്താണ്? ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, തദ്ദേശീയമായിട്ടുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ളതിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. 243 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ 243 എന്താണ്? ഡെഫിനിഷൻ ആണ്. 243 എന്ന് പറയുന്നത് ഗ്രാമസഭയാണ്. 243 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്താണ്. 243 എന്ന് പറയുന്നത് പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പഞ്ചായത്താണ്. 243 എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. 243 എന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് പഠിക്കുക. 2 പോയിന്റ് കൂടിയുണ്ട്. എന്താണ്? നമ്മളിപ്പോ കേന്ദ്രത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞു തീർത്തത്. പഞ്ചായത്തി രാജ് സംവിധാനം കേരള നിയമസഭ പാസാക്കിയതെന്നാണ്. അത് 1994 ഏപ്രിൽ 23 പഞ്ചായത്തി രാജ് സംവിധാനം കേരളത്തിൽ നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1995 ഒക്ടോബർ 2 അടുപ്പിച്ചടുപ്പിച്ചുള്ള വർഷങ്ങളാണ് നിങ്ങൾ നോക്കുക. കേന്ദ്രത്തിൽ നിയമം എന്താണ് പാസ്സായത്? 92 നിലവിൽ വന്നത് 93 കേരളത്തിൽ 94 പാസ്സായി. നിലവിൽ വന്നത് എന്താണ്? 95, 92, 91, 96, 95. 4 വർഷങ്ങൾ തെറ്റിക്കരുത്. മനസ്സിലാക്കി വളരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പ്രായോഗികമായിട്ടുള്ള ചില ഇതൊക്കെ പല കാര്യങ്ങളും പഠിക്കുക. നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിക്കുക. ആ പരിപാടി നിങ്ങൾ ആദ്യം നിർത്തുക. നിങ്ങളുടെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം വളരെ ശക്തമായിട്ട് പഠനത്തിലും വർക്ക് ചെയ്യണം കേട്ടോ. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് മനുഷ്യൻ. ആ സാധനം കുറവാണെങ്കിൽ നമ്മളത് പൊടി തട്ടി ഷാർപ്പ് ചെയ്തെടുത്തേ പറ്റൂ കേട്ടോ. അത് പല ആളുകൾക്കും ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം. അത് പൊടി തട്ടി കുറവാണെന്ന് നമുക്ക് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുത്തേ പറ്റുള്ളൂ. ആ സാധനം പഠനത്തിൽ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. പിന്നെ എന്താണ്? എല്ലാം സ്പൂൺ ഫീഡിങ്ങിന് നിൽക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വയം കണ്ടെത്തി പഠിക്കുന്നവൻ അത് മറക്കില്ല. സ്വയം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നവന് മാത്രമേ വിജയങ്ങൾ ഉണ്ടാവൂ. ഇത് എന്താണ്? കറക്കി കുത്തുന്ന ലോട്ടറി അല്ല PSC എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവന് മാത്രമേ ഇതിൽ ഫലമുണ്ടാകൂ. ഇല്ലാത്തവന് വെറുതെ 5, 3, 4 വർഷം വെറുതെ പഠിച്ച് അവന്റെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ പഠിപ്പിക്കാൻ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പിള്ളേർക്ക് ക്ലാസ് എടുക്കാം. അല്ലാതെ വേറൊരു ഗുണവും അതിലുണ്ടാകില്ല കേട്ടോ. അപ്പോ ഇത് എന്താണ്? ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.